അറിയുമായിരിക്കാം. എങ്കിൽ നമുക്കറിയുന്ന ചെറിയ കാര്യങ്ങൾ പറയാം കേട്ടോ. ഈ ദശപുഷ്പങ്ങളിൽ തന്നെ വലിയ അർത്ഥമാണ് കേട്ടോ. ചെറിയ അർത്ഥമേ അല്ല, വലിയ അർത്ഥമാണ്. മനസ്സിലായില്ലേ? ദശപുഷ്പങ്ങളിൽ ആദ്യം നമുക്ക് എന്ത് വേണം? കർക്കിടക മാസത്തിൽ സൂര്യനാണ് അത്ര കുറവ് അല്ലേ? സൂര്യൻ ഇടയ്ക്കിടയ്ക്കല്ലേ വന്ന് നോക്കുള്ളൂ. കർക്കിടക മാസത്തിലെ സൂര്യൻ വിരുന്നുകാരനാണ്. അല്ലാത്ത മാസത്തിലുള്ള സൂര്യനൊക്കെ വീട്ടുകാരനായിരിക്കും. കർക്കിടക മാസത്തിലെ സൂര്യൻ വിരുന്നുകാരനാണ്, വന്നും പോയിക്കൊണ്ടും ഇരിക്കും അല്ലേ? അപ്പം ആ സൂര്യനെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടേ? ഒന്നാലോചിക്കൂലേ? സൂര്യൻ വേണ്ടേ വീട്ടില്? എല്ലാവരും ഒന്ന് ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയണം കേട്ടോ. ചിലരൊക്കെ ഉറങ്ങാണ്, അപ്പം ഉറക്കത്തൊക്കെ ഒന്ന് മാറട്ടെ. അപ്പം എന്താ അറിയോ? കർക്കിടക മാസത്തിൽ സൂര്യൻ വേണമല്ലേ? അപ്പൊ സൂര്യനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പം എന്താണ്? കറുക. മനസ്സിലായില്ലേ? കറുകപ്പുല്ല് ആരെ പ്രതിനിധീകരിക്കുന്നു? സൂര്യനെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പൊ കർക്കിടക മാസത്തിൽ നമുക്ക് സൂര്യൻ വേണ്ടേ അല്ലേ? സൂര്യനിൽ നിന്ന് ഉള്ള അംശങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും? തളരും നമ്മൾ. അപ്പൊ സൂര്യൻ വേണം, അപ്പൊ കറുക വേണം അല്ലേ? പിന്നെ എന്ത് വേണം? ശൈവ വൈഷ്ണവ ശാക്തേയം വേണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരാൾ സാധുവാണ് കേട്ടോ, അത് സത്വഗുണം മാത്രമേ ഉള്ളൂ, അങ്ങനെ അയാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ലോകത്ത് പറ്റില്ല. പ്രതികരിക്കേണ്ടവിടെ പ്രതികരിക്കും അല്ലേ? രജോ ഗുണം ഇവിടെ നിലനിർത്തേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ ജീവിക്കുമ്പോൾ രജോ ഗുണം വേണ്ടേ? വേണം. തമോ ഗുണം വേണ്ടേ? ഇത് 3 വേണം. ഈ 3നെയും പ്രതിനിധീകരിച്ചിട്ട് ശൈവ വൈഷ്ണവ ശാക്തേയങ്ങൾ വേണം അല്ലേ? ശിവൻ വേണം, വിഷ്ണു വേണം, ശാക്തേയം ഭഗവതി ശക്തി വേണം അല്ലേ? പാർവതി, ശ്രീപാർവതി വേണം. ഇതിൽ ശിവനെ പ്രതിനിധീകരിക്കുന്ന പുഷ്പം ഏതാണ്? ആർക്കെങ്കിലും അറിയോ? ആ പുഷ്പത്തിന്റെ പേര് കയ്യുണ്ണി. മനസ്സിലായില്ലേ? ചില ദിക്കിൽ കഞ്ഞുണ്ണി എന്നും പറയും. മനസ്സിലായില്ലേ? അതിനെ പൂജാപടത്തിൽ പറയുമ്പോൾ ഭൃംഗരാജ്. ഭൃംഗം എന്ന് വെച്ചാൽ എന്താ? മല. ഭൃംഗങ്ങൾ മലകളുടെ വേറൊരു ഭാഗമാണ്. ഭൃംഗങ്ങളുടെ എല്ലാം രാജാവാരാണ്? സാക്ഷാൽ മഹാദേവനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ശൃംഗങ്ങളും ഭൃംഗങ്ങളും ഒക്കെ കാക്കുന്നത് അദ്ദേഹമാണ്. മനസ്സിലായില്ലേ? കടലിനും മലയ്ക്കും കാവലായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പുഷ്പമാണ് ഭൃംഗരാജ്. ഇപ്പൊക്കെ ഭൃംഗരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുടിക്കുള്ള മരുന്നായതുകൊണ്ട് പെട്ടെന്ന് അറിയും. മനസ്സിലായില്ലേ? അപ്പൊ മുടിയിലും ആരാ ശ്രേഷ്ഠൻ? പരമാശി പരമദേവനല്ലേ അല്ലേ? മഹാദേവനല്ലേ ഏറ്റവും കൂടുതൽ ഇടയൊക്കെ വെച്ച് നടക്കുള്ളൂ. എന്നാലോചിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ രണ്ടാമത്തത് ശിവൻ. ശിവനുള്ള പുഷ്പം എന്താണ്? കഞ്ഞുണ്ണി, കയ്യുണ്ണി അല്ലെങ്കിൽ ഭൃംഗരാജ്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ പുഷ്പമായി. പുഷ്പത്തിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ ഓർക്കില്ല. അതുകൊണ്ടാണ് ഈശ്വരന്മാരുടെ പേരിലും അതിൻ്റെ വ്യക്തതയും പറഞ്ഞു തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ മഹാവിഷ്ണു. ശൈവം കഴിഞ്ഞാൽ വൈഷ്ണവാണ് അല്ലേ? വിഷ്ണു ശ്രീമന്നാരായണൻ. ശ്രീമന്നാരായണന്റെ പുഷ്പത പേരിൽ തന്നെ ഉണ്ട്. കൃഷ്ണക്രാന്ത അല്ലെങ്കിൽ വിഷ്ണുക്രാന്ത, 2 പേരിലും. പ്രാദേശികമായി ഈ പുഷ്പങ്ങൾക്ക് വേറെ പേരുകൾ ഉണ്ടാവാം കേട്ടോ. അങ്ങനെ കൃഷ്ണക്രാന്ത അല്ലെങ്കിൽ വിഷ്ണുക്രാന്ത എന്നത് നാരായണന്റെ പുഷ്പമാകുന്നു. അവിടെ ആയി മഹാവിഷ്ണു ആയില്ലേ? മനസ്സിലായോ? ഇനി അടുത്തത് ശാക്തേയം. ശക്തി. ശക്തി ആരാ? പാർവതി. പാർവതിക്കുള്ള പുഷ്പം ഏതാണ്? മുക്കുറ്റി. മനസ്സിലായില്ലേ? മുക്കുറ്റി പാർവതിയുടെ പുഷ്പമാണ്. മനസ്സിലായില്ലേ? അപ്പൊ മുക്കുറ്റി വന്നു അല്ലേ? അപ്പൊ മുക്കുറ്റി വെച്ചാൽ ശക്തി വന്നു. ഒന്നാലോചിക്കുക, ശിവനും വന്നു, സൂര്യനും വന്നു, ശൈവ വൈഷ്ണവ ശാക്തേയങ്ങൾ വന്നു. പിന്നെ എന്ത് വേണം? അടുത്തത് വേണ്ടത് സംഹാരതത്വമാണ്. യമൻ അല്ലേ? അടുത്തത് യമനാണ്. യമന്റെ പുഷ്പം ഏകദേശം എല്ലാവർക്കും അറിയും. ഏതാ യമന്റെ പുഷ്പം?
ചെറൂള, അതും അറിയില്ല കുറച്ച് പേർക്കൊന്നും കേട്ടോ. ചെറൂളയാണ് യമന്റെ പുഷ്പം, മനസ്സിലായില്ലേ? അപ്പൊ ചെറൂള വന്നു. ഇപ്പൊ എത്ര പുഷ്പമായി? 5 പുഷ്പമായി ഇപ്പൊ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താ? സൃഷ്ടി വേണം, പിന്നെ ജനിക്കണ്ടേ അല്ലേ? പിന്നെ വേണ്ടത് സൃഷ്ടിയാണ്. സൃഷ്ടിയുടെ നാഥൻ ആരാ? ഹൈ, സൃഷ്ടിയുടെ നാഥൻ ബ്രഹ്മാവ് അല്ലേ? ഇപ്പൊ നാൻമുഖനായ ബ്രഹ്മാവിന്റെ പുഷ്പം ഏതാണ്? പൂവാങ്കുറുന്നില, മനസ്സിലായില്ലേ? പൂവാങ്കുറുന്ന് എന്ന് പറയുന്ന പുഷ്പം ബ്രഹ്മാവിന്റെ പുഷ്പമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ബ്രഹ്മാവായി, മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഈ സൃഷ്ടി എവിടെ വേണം? ഭൂമിയിൽ വേണം അല്ലേ? ഭൂമിയിലല്ലേ വേണ്ടത്? അപ്പൊ ഭൂമിയിൽ വേണം. അപ്പൊ ഭൂമിയിൽ ഇനി അടുത്ത് സ്മരിക്കേണ്ടത് ഭൂമിയുടെ പുഷ്പം ഏതാ? അതിന്റെ പേര് തന്നെ ഉണ്ട് കേട്ടോ. അത് ഭൂമിയുടെ പുഷ്പം പറയൂ. നിലപ്പന. പേരിലില്ലേ നിലം? നിലപ്പനയാണ് ഭൂമിയുടെ പുഷ്പം, മനസ്സിലായില്ലേ? പിന്നെ ഭൂമിയായി. ഇനി അടുത്തത് വേണ്ടുന്നത് എന്താ? നമുക്ക് സുന്ദരന്മാരും സുന്ദരിമാരും ആവണ്ടേ? സൗന്ദര്യം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും മുഖത്ത് നോക്കി വിരൂപി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? തമ്പുരാനാണെന്ന് നോക്കില്ല, അടിച്ചിട്ട് പോകും അല്ലേ? വിരൂപി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമേ ഉള്ളൂ ഈ ഭൂമിയിൽ. രണ്ട് വിരൂപി വിരൂപനുമായിട്ട് ശിവനും ഭദ്രകാളിയും മാത്രമേ ഉള്ളൂ. അവർ മാത്രമേ വിരൂപി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുള്ളൂ, മനസ്സിലായില്ലേ? വേറെ ആരും സന്തോഷിക്കില്ല. ബാക്കി എല്ലാവരും സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളൊക്കെ കാണുമ്പോഴേ ഞാൻ കുറച്ച് ഗംഭീരാവണമെന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ആടെ കൊടുത്തിട്ട് വന്നിരിക്കുന്നത്. സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരാരുമില്ല അല്ലേ? തമ്പുരാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തിരിക്കില്ലേ? അല്ലേ? അപ്പൊ സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവർ ഈ ലോകത്ത് ആരുമില്ല. അപ്പൊ ആ സൗന്ദര്യത്തിന്റെ നാഥനാരാ? ഇന്ദ്രൻ. ഇന്ദ്രനാണ് സൗന്ദര്യത്തിന്റെ നായകൻ. അപ്പൊ ആ ഇന്ദ്രനുള്ള പുഷ്പം എന്താണ്? ഉഴിഞ്ഞ. ഉഴിഞ്ഞ ഇന്ദ്രന്റെ പുഷ്പാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇന്ദ്രനും വന്നു, മനസ്സിലായില്ലേ? ഇപ്പൊ എത്ര പുഷ്പങ്ങൾ പറഞ്ഞു? 8 പുഷ്പങ്ങൾ പറഞ്ഞു, മനസ്സിലായില്ലേ? ഇനി 9ാമത്തത്, മനസ്സിലായില്ലേ? അപ്പോ 8 പുഷ്പങ്ങൾ ഇന്ദ്രനടക്കമുള്ളവർ വന്നു അല്ലേ? ഇനി നമുക്കുള്ളത് ആരൊക്കെയാണ്? അല്ല, ഇനി നമുക്ക് ആരെയാണ് വേണ്ടത്? നമ്മൾ ആകെ എത്തിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്ത് വേണം? സൗന്ദര്യം മാത്രം മതിയോ നിങ്ങൾക്ക്? സമ്പത്ത് വേണ്ടേ? ബഹു കഷ്ടം കേട്ടോ. സൗന്ദര്യം മാത്രം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? സമ്പത്ത് വേണ്ടേ അല്ലേ? അപ്പൊ ആ സമ്പത്തിന് ആര് പ്രസാദിക്കണം? സാക്ഷാൽ മഹാലക്ഷ്മി പ്രസാദിക്കണം അല്ലേ? ശ്രീദേവിക്കുള്ള പുഷ്പം തിരുതാളി. അപ്പൊ ശ്രീദേവിക്കുള്ള പുഷ്പം ഏതാ? തിരുതാളി, മനസ്സിലായില്ലേ? പിന്നെ ഇനി ഒന്നേ ഉള്ളൂ. എന്ത് വേണം? പ്രത്യുൽപാദനം വേണം അല്ലേ? ഇതൊക്കെ ഉണ്ടായി. വംശം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടായിട്ട് എന്താ കാര്യം അല്ലേ? അപ്പൊ വംശം ഉണ്ടാകണം, അതിന് പ്രത്യുൽപാദനം വേണം. അതിനെന്ത് വേണം? കാമദേവൻ വേണം അല്ലേ? കാമദേവന്റെ പുഷ്പം ഏതാണ്? മുയൽ ചെവി, മനസ്സിലായില്ലേ? മുയൽ ചെവി കാമദേവന്റെ പുഷ്പമാണ്. ഈ സത്സംഗം തുടങ്ങുമ്പോൾ നാം പറഞ്ഞിരുന്നു എല്ലാവരും പേനയും പേപ്പറൊക്കെ കയ്യിൽ വെച്ചോളാം. അവിടെ ഇരുന്നാൽ മതി. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ഇത് മറന്നു എന്ന് പറഞ്ഞാൽ ബഹു കഷ്ടാട്ടോ. ഇതൊക്കെ എഴുതി വെക്കാം. ഇത് എഴുതി വെക്കാൻ മറന്നു പോയവർ ഇനിയിപ്പോൾ അതിൻ്റെ വെപ്പാതൊന്നും കാണിക്കല്ല. ഇതൊക്കെ ഇവിടെ റെക്കോർഡാവണ്ട, ചോദിച്ച് മനസ്സിലാക്കുക, എഴുതി വെക്കുക. ഇതൊക്കെ നിങ്ങളിനി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ജോലിയാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തം തരികയാണ്, മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ ചെയ്യണ്ടോ എന്ന് നോക്കാൻ ചെരുപ്പിമൊക്കെ ഞാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക, മനസ്സിലായില്ലേ? നിങ്ങളിതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കണം, മനസ്സിലായില്ലേ? കുട്ടികളെ പഠിപ്പിച്ച് അടുത്ത തലമുറയെ നമ്മൾ നന്നാക്കാൻ വേണ്ടി അത് പറഞ്ഞു തരുന്നത്.
ഈ ദശപുഷ്പങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലായില്ലോ അല്ലേ? ഏതൊക്കെ മൂർത്തികളെ പ്രതിനിധീകരിക്കണമെന്ന് മനസ്സിലായില്ലോ. ഇനി ഇത് നമ്മുടെ വിശ്വാസം, ഇതിൻ്റെ ശാസ്ത്രീയമാണ്. മനസ്സിലായില്ലേ? ഇതിനെല്ലാം ഔഷധ ഗുണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇതിനെല്ലാം ഔഷധ ഗുണങ്ങളുണ്ട്. കറുകയ്ക്ക് രക്തശുദ്ധി ചെയ്യാനുള്ളതും ആമാശയ ശുദ്ധി ചെയ്യാനുമുള്ള ഗുണങ്ങളുണ്ട്. ഇതിൽ മുഴുവൻ പറയാൻ ഒരുപാടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടിയിട്ട് പറയാം. 1 മണിക്കൂർ സംസാരിക്കാനും ബാക്കി ചോദ്യോത്തരത്തിനും വെച്ചതാണ്. അപ്പോൾ അതൊരു ആദ്യ ദിവസം തന്നെ മുഷിപ്പിക്കലാവണ്ടാച്ചിട്ട് ഇതാണ് ഈ 10 പുഷ്പങ്ങൾ. ഇതിലെല്ലാം ആരോഗ്യത്തിന്, ആമാശയ ശുദ്ധി, രക്തശുദ്ധി, ത്വക്കുരോഗ ശമനം, അതുപോലെ നേത്രരോഗ ചികിത്സയ്ക്ക്, ഗർഭാശയ രോഗ ചികിത്സയ്ക്ക്, അണ്ടോൽപാദനത്തിന്, ബീജോൽപാദനത്തിന്, അതുപോലെ തന്നെ ഓർമ്മശക്തിക്ക്, ബുദ്ധിശക്തിക്ക്, അതുപോലെ എല്ലാ മനുഷ്യൻ്റെയും ഇപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന വാതരോഗ ജ്വര വ്യാധികൾക്ക് ഉള്ള ചികിത്സ. ഇങ്ങനെ ചെറിയ ഭാഗമായ 10 ചികിത്സയും ഇതിലുണ്ട്. ഓരോ ചെടിയുടെയും ചികിത്സ പറയാൻ ഒരുപാടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ചികിത്സാ ഗുണം ഒരുപാടുണ്ട്. അതൊക്കെ നാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു മടിയുമില്ല. ഇതുപോലെയൊക്കെ കൂടിക്കോളൂ പറഞ്ഞു തരാൻ. പക്ഷേ ഈ ചികിത്സാ ഗുണങ്ങൾ അടങ്ങിയ അത്യൗഷധമായ 10 ചെടികളാണ് ഈ ദശപുഷ്പങ്ങൾ. ഈ ദശപുഷ്പങ്ങൾ പറിച്ച് ആ കിണ്ടിയിലെ വെള്ളത്തിലിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. സമൂലം, അതും കൂടി ചിന്തയിൽ വെച്ചിട്ട് സമൂലം പറിച്ച് കിണ്ടിയിലെ വെള്ളത്തിലിട്ട് വെക്കണം. ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധായി വന്ന് ഈ ശീഭൂതി പലകയൊക്കെ തളിച്ച് ശുദ്ധാക്കി ഈ കിണ്ടിയിലെ ദശപുഷ്പങ്ങളെ എടുത്ത് ചെയ്യേണ്ട പ്രക്രിയ വേറുണ്ട്. ആ വെള്ളം എല്ലാവരും കുടിക്കണം. ഔഷധ ഗുണം പറഞ്ഞൂലേ? സമൂലം ആ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടിച്ചാൽ ഉള്ള ഗുണമൊന്ന് ചിന്തിച്ചു. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് എത്ര വലിയ സംരക്ഷണമാണ് നമ്മുടെ ധർമ്മം നമുക്ക് ചെയ്യുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്ര മഹത്തായ കാര്യം നമ്മുടെ മൺമറഞ്ഞു പോയവർ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളത് ചെയ്യണം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അപ്പം ഇത് കുടിക്കണം. കുടിക്കുമ്പോൾ നിങ്ങൾ കുടിക്കുക, കുടുംബത്തിലെ എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വിമുക്തി പ്രാപിക്കും. പിന്നെ ഇനി അടുത്തത്, ഇതിനെയൊക്കെ തൊട്ടിട്ടാണ് ഇനി ഓരോ കാര്യങ്ങളുള്ളത് കേട്ടോ. അടുത്തതാണ് ഔഷധക്കഞ്ഞി, കർക്കിടക കഞ്ഞി. കഞ്ഞി പാഴ്ചയൊക്കെ ഭയങ്കരമായിട്ട് കാണുന്നവരാണ് എല്ലാവരും. ഇപ്പോൾ കഞ്ഞി കുടിക്കുകയാണ്, കഞ്ഞി പാഴ്ച ചെയ്യാണ്. എന്താ ഈ കഞ്ഞി? അതൊക്കെ ഇപ്പോൾ ആയുർവേദ കടയിൽ പോയാൽ ഔഷധ കഞ്ഞി ചോദിച്ചാൽ അവരൊരു കൂട്ട് തരും. അതിലെന്താണെന്ന് പോലും ചിന്തിക്കാണ്ട് അതുകൊണ്ട് കുത്തി അങ്ങോട്ട് കലക്കി കുടിച്ചു. ഞാനും ഔഷധക്കഞ്ഞി കുടിച്ചു എന്ന് ചിന്തിച്ചു അല്ലേ? നമ്മളെയൊക്കെ പറ്റിക്കാൻ സിമ്പിളാണ്. കുശല സ്വഭാവമുള്ളവർക്ക് നമ്മളെയൊക്കെ പറ്റിക്കാൻ പറ്റും. എന്താ അറിയോ? നമുക്ക് ചിന്താബുദ്ധി ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. ചിന്താബുദ്ധി നമുക്കുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? കർക്കിടക കഞ്ഞിക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ട അരി തന്നെ വ്യത്യാസമാണ്. ഏതരിയാണ് കർക്കിടക കഞ്ഞിക്ക് ഉപയോഗിക്കുക? കർക്കിടക കഞ്ഞിക്ക് നിങ്ങൾ ഏതരി ഉപയോഗിക്കുന്നു അത് ശുദ്ധമായതും മെഷീനിലൊന്നും കൊടുത്ത് അല്ലെങ്കിൽ പോളിഷൊന്നും ചേർക്കാത്തത്, പാക്കറ്റൊക്കെ വാങ്ങിക്കുന്നതിൽ പോളിഷല്ലേ, പോളിഷൊന്നും ചേർക്കാത്തതായിട്ടുള്ള അരി നമ്മൾ തലേ ദിവസം തന്നെ സാക്ഷാൽ ശ്രീപരമാത്മാനാവനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ ഭഗവാന് ഓരോ ദിവസവും വെള്ളരി നേദിക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വെള്ളരി നേദിക്കാൻ കഴിവില്ലാത്തവർ മനസ്സിൽ സങ്കല്പിക്കുക, ഇത്ര പെരിയ അരി ദിവസം സങ്കല്പിക്കുക. ആ അരി വേണം കർക്കിടക കഞ്ഞിക്ക് എടുക്കാൻ. ആ അരി ഏതൊക്കെ അരി ഉപയോഗിക്കാം? പ്രധാനമായിട്ട് അതിൽ ഉപയോഗിക്കാവുന്ന അരി ഒന്ന് രക്തശാലി. അപൂർവമായിട്ടേ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച അരിയാണ്. മനസ്സിലായില്ലേ? എന്തിനാ ഉപയോഗിച്ചറിയോ? ദൃഢതയും രക്തശുദ്ധിക്കുമാണ്. മനസ്സിലായില്ലേ? ഇന്ന് അതിന് കേരളത്തിൽ ഉണ്ടാവുന്ന അരി കഴിക്കാനുള്ള ഭാഗ്യവും സുഹൃതവും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? എവിടെന്തോ ഉണ്ടാക്കിയ അരി, പ്ലാസ്റ്റിക് അരി പോലും കഴിക്കാനുള്ള പാപം ചെയ്ത, പാതകം ചെയ്ത
ജന്മങ്ങളായി ഇപ്പോൾ നമ്മളൊക്കെ. ഈ ഒരു കർക്കിടക മാസം കർക്കിടക കഞ്ഞി കുടിക്കാനെങ്കിലും ദയവ് ചെയ്ത് എല്ലാവരും നാടനരി വാങ്ങിക്കുക കേട്ടോ. നാടനരി പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ കലർത്തി അരി പോയി വാങ്ങിച്ച് കഴിച്ച് ആപത്തൊന്നും വരുത്തി വെക്കരുത്. തവിട് കളയാതുള്ള അരി വാങ്ങിച്ച് അതിൽ കർക്കിടക കഞ്ഞി വയ്ക്കുക. അത് രക്തശാലി, നവര, ഇത്രയില് നാടൻ മട്ട, വയനാടൻ മട്ട, അങ്ങനെ നമുക്കറിയുന്നതേ പറഞ്ഞുള്ളൂ. ഇതുപോലെ അനവധി ഉണ്ട് കേട്ടോ. ഇത്രയില് പണ്ടത്തെ ഒരു ജീരകശാല, ഇത്രയില് കവഴക്കണ്ണൻ എന്നൊക്കെ പണ്ട് കുറേ ഉണ്ട്, നമുക്കറിയാത്ത കുറേ വിത്തുകളുണ്ട്. അപ്പോൾ നാടനരി എപ്പോഴും നമ്മുടെ പ്രദേശത്തുള്ള അരിയാണ് നമ്മുടെ ശരീരം. കാരണം നമ്മൾ അനുഭവിക്കുന്ന കാറ്റും വെളിച്ചമാണ് അത് അനുഭവിക്കുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിൽ പിടിക്കുള്ളൂ. ഇസ്രായേലി അല്ലാതെ ദൂരത്ത് ഏതോ നാട്ടിൽ ഏതോ വളമിട്ട് വളർത്തിയതൊന്നും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. സാധാരണ ദിവസം അത് ചെയ്യാൻ പറയാൻ നമുക്ക് ഉത്തരവാദിത്തമില്ല. കാരണം അത് കിട്ടുമെന്ന് തന്നെ നിരീക്ഷിക്കാൻ വയ്യ. ഈ ഒരു മാസം നിങ്ങൾ അന്വേഷിച്ച് പിടിച്ച് കണ്ടുവെച്ച് അത് വാങ്ങിച്ച് അത് തലേ ദിവസം ഭഗവാന്റെ പാദത്തിൽ വയ്ക്കുക. അടുത്ത ദിവസം അതെടുത്ത് കഞ്ഞി വയ്ക്കുക. ആ കഞ്ഞിയിൽ എന്തൊക്കെ ചേർക്കണം? ഇസ്രായേലി എല്ലാവരും ആയുർവേദ ഡോക്ടർമാരൊന്നും ആയിരിക്കില്ല അല്ലേ. സുലഭമായി അവരവരുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ കഞ്ഞിയിൽ നിങ്ങൾ ചേർക്കേണ്ടത് ധാന്യങ്ങൾ. ഇസ്രായേലി ധാന്യങ്ങൾ ഈ കഞ്ഞി ചേർക്കണം. എന്തൊക്കെ ധാന്യം ചേർക്കണം? ഉലുവ, അതുപോലെ ചെറുപയർ. ഇസ്രായേലി മറ്റവരവർ ഈ ധാന്യം എന്തായാലും ചേർക്കണം. ബാക്കിയുള്ള ധാന്യങ്ങൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കാരണം എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പല രോഗങ്ങൾക്ക് അരോചകമായ ചില ധാന്യങ്ങളുണ്ട്. അപ്പോൾ അത് അവരൊരു സൗകര്യം പോലെ ചേർക്കാം. ഈ രണ്ടെണ്ണം നിർബന്ധമായി ചേർക്കാം. മനസ്സിലായില്ലേ? ഉലുവയും ചെറുപയറും നിർബന്ധമായി. അതൊന്ന് മുളപ്പിച്ച് ചെറുപയറാച്ചാൽ പറയുകയും വേണ്ട, ഗെയിമായി. മനസ്സിലായില്ലേ? ആ മുളപ്പിച്ച ചെറുപയറിൻ്റെ സൂത്രമാണ് തലേ ദിവസം ഭഗവാന്റെ പാദത്തിൽ വെക്കാൻ പറയുന്നത് അല്ലേ. തലേ ദിവസം കഴുകി ഭഗവാന്റെ പാദത്തിൽ വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അത് മുളച്ചു അല്ലേ. ഭക്തിക്ക് ഭക്തിയുമായി, ആരോഗ്യത്തിന് ആരോഗ്യമായി. മനസ്സിലായില്ലേ? അപ്പോൾ അത് വെച്ചു. ശേഷം പിന്നെ എന്ത് ചേർക്കണം? മരുന്ന്. മനസ്സിലായില്ലേ? പച്ച മരുന്ന്. ആലോചിക്കേട്ടോ, പച്ച മരുന്ന്. പച്ചമരുന്നിന് നമ്മൾ എവിടെ പോവുക അല്ലേ? പച്ചമരുന്നിന് എവിടെ പോവുക? പച്ചമരുന്നുകൾ കണ്ടത്തരാടത്. ഇതിൽ നമ്മൾ പച്ചമരുന്നല്ലേ പറിച്ച് കിണ്ടിയിലിട്ട് വെക്കുന്നത് തലേ ദിവസം. പച്ചമരുന്ന് നമ്മൾ തലേ ദിവസം പറിച്ച് കിണ്ടിയിലിട്ട് വെച്ചു അല്ലേ. അതെടുത്ത് കഴുകി സമൂലം അരച്ച് അതിൻ്റെ നീരെടുത്ത് അത് ചേർക്കണം. പച്ചമരുന്നിന് നമ്മളെവിടെ, കാരണം ഒന്നിനും നമ്മൾ എവിടെയും പോകണ്ട. എല്ലാം ഭഗവാൻ നമുക്ക് വേണ്ടി ഒരു കൂടിയുണ്ട്. പക്ഷെ നമുക്കത് വേണ്ട അല്ലേ. നമുക്കത് വേണ്ട. ഗുരുവായൂരിൻ്റെ പരിസരത്തിരിക്കണവർ ഗുരുവായൂരപ്പനെ കാണാൻ പോകില്ല. നമ്മളിവിടുന്ന് ഇഷ്ടപ്പെട്ട ഇഷ്ടനുഭവിച്ച് കാണാൻ പോകും അല്ലേ. എന്താ കാര്യം? അടുത്തിരിക്കുമ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാവേണ്ടിയാത്തതാണ്. മനസ്സിലല്ലേ? അപ്പോൾ ആ പച്ചമരുന്ന് അരച്ചു, പച്ചമരുന്ന് ചേർത്തു. ഇനി അതിൽ എന്ത് വേണം? പൊടിമരുന്ന്. അടുത്തത് പൊടിമരുന്നാണല്ലേ. അപ്പോഴാണ് അവിടെ നിൽക്കുന്നത്. ആയുർവേദ കടയിൽ പോയി പൊടിമരുന്ന് വാങ്ങി. ആരും ആയുർവേദത്തിൽ നിന്ന് വാങ്ങുന്നതിന് നാം എതിര് പറഞ്ഞിട്ടില്ല കേട്ടോ. നാളെ അമ്പോറ്റി തമ്പുരാൻ വാങ്ങണ്ട പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും പറയരുത്. മനസ്സിലായില്ലേ? ആയുർവേദം നാം പറയുന്നതിനേക്കാൾ മരുന്നിൻ്റെ ശാസ്ത്രീയമായിട്ട് അവർക്ക് പറയാൻ പറ്റും, അവർ തരും. ഇത് സ്വാഭാവികമായ വീടുകളിൽ അന്ന് പൂർവികർ ചെയ്തിരുന്നത്, മുത്തശ്ശി വൈദ്യപ്രകാരം ചെയ്തിരുന്നതൊക്കെയാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? അലോഹ്യമൊന്നുമില്ലാതെ നമ്മൾ മുറ്റത്ത് നടന്ന് ചെയ്യാവുന്ന കാര്യം, അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കാവുന്ന കാര്യം. ഇനി പൊടിമരുന്നിൽ ചേർക്കേണ്ടതെന്താ? ആദ്യം വരട് മഞ്ഞപ്പൊടിയല്ല കേട്ടോ. അതും കൂടി ആക്കിയോളൂ. മഞ്ഞൾപ്പൊടിയല്ല. പണ്ട് അവനവൻ്റെ തുളസിത്തറയിൽ മഞ്ഞൾ നട്ട് വളർത്തുന്ന ഒരു സ്വഭാവം വീടുകളിൽ ഉണ്ടായിരുന്നു. കർക്കിടക മാസം മുമ്പ് അതിനെ പിഴക്കി അതിനെ ഉണക്കി എടുത്തു വെച്ചു. എന്തിനറിയോ? ഈ മരുന്നിൽ ചേർക്കാൻ. വേറെ മരുന്ന് ചേർത്താൽ അതിൻ്റെ ഫലമില്ല കേട്ടോ. ഇപ്പോൾ പൊടിമരുന്നിന് പൊടിച്ച മഞ്ഞൾ, പൊടിച്ച കുരുമുളക്,
പൊടിച്ച കുരുമുളക് കേട്ടോ, കരിഞ്ജീരകം, കരിഞ്ജീരകം, തിപ്പിലി, അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ, തിപ്പിലി. ഇതിൽ മഞ്ഞൾ മാത്രം വറുത്ത് പൊടിക്കരുത്, അത് പുഴുങ്ങി ഉണക്കി പൊടിക്കുക. മറ്റുള്ള ഈ ധാന്യങ്ങളെല്ലാം, ഈ പറഞ്ഞ മരുന്നുകൾ ഒന്ന് ചെറുതായി വറുത്ത് പൊടിച്ച് അതിൽ ഉപയോഗിക്കണം. ജീരകം, അയമോദകം, ഓമം എന്നും പറയും അതിന് കേട്ടോ. ഈ വക വറുത്ത് പൊടിക്കുക കേട്ടോ. എന്നിട്ട് പൊടിമരുന്നായി അതിൽ ചേർക്കണം കേട്ടോ. ഇതിനൊരു അനുപാതങ്ങളുണ്ട് കേട്ടോ. അരി എത്ര എടുക്കുന്നോ അതിൻ്റെ 1/4 ഭാഗം ധാന്യം. ചെറുപയറിൻ്റെ 1/4 ഭാഗം ഉലുവ. മനസ്സിലായില്ലേ? പൊടി, പിന്നുള്ളത് പൊടിയാണ്. പച്ചമരുന്ന് അത് നിങ്ങൾ അരച്ച് ചേർക്കുക. മനസ്സിലായില്ലേ? അരച്ച് ചേർക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് അനുപാതം പ്രകാരം നിങ്ങളത് ഉപയോഗിക്കാം കേട്ടോ. പൊടിമരുന്ന് ചേർക്കുന്നത് അരിയുടെ, ചെറുപയറിൻ്റെ എല്ലാം കണക്കാക്കി, അരി, ചെറുപയർ, ഉലുവ എടുത്തത് മുഴുവനായിട്ട് എത്രയുണ്ടോ അതിൻ്റെ 1/5 ഭാഗം. മനസ്സിലായില്ലേ? അതിൻ്റെ 1/5 ഭാഗമേ ഈ പൊടിമരുന്ന് ചേർക്കാവൂ, വേറെ അധികം ചേർക്കരുത് കേട്ടോ. പിന്നെ അതിൽ കുറവാക്കാം, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്. ചിലർക്ക് എല്ലാ ടേസ്റ്റും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പക്ഷെ ഇത് ഉൾക്കൊള്ളണമേ ഉള്ളൂ. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളൊരിക്കലും ഉപയോഗിക്കാം. പിന്നെ ഇതിൽ പൊടിയുപ്പോ കല്ലുപ്പോ ഉപയോഗിക്കരുത്, പച്ചമരുന്നിന് വിരോധമാണത്. ഇന്ദുപ്പ് വാങ്ങി ഉപയോഗിക്കണം. കർക്കിടകത്തിലെ ഔഷധക്കഞ്ഞി നിസാരമല്ല, അത് ഔഷധമാണ്. ഔഷധമാവണം കേട്ടോ. ഇപ്പം നമ്മൾ ദിവസം വിഷം കഴിക്കണില്ലേ, അതിന് പകരം ഔഷധം ഒരു പ്രാവശ്യമെങ്കിലും, വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഔഷധം കഴിക്കൂ. കഴിച്ച വിഷമൊക്കെ ഒന്ന് പോട്ടെ. മനസ്സിലായില്ലേ? അപ്പം ഇന്ദുപ്പ് ഉപയോഗിക്കാം, എന്നിട്ട് അത് കഴിക്കാം. ഇതിൻ്റെ കൂടെ എന്ത് കഴിക്കണം? ഈ കഞ്ഞിക്ക് കൂടെ കഴിക്കണം. എന്താണ് ഈ കഞ്ഞിക്ക് അനുയോജ്യമായ തൊട്ട് കഴിക്കേണ്ട കഴി? 2 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ. പുഴുക്കും വിഭവവും ഒന്നും ഉണ്ടാക്കി കഴിച്ചാൽ കഞ്ഞിക്ക് ഫലമില്ല കേട്ടോ. കഞ്ഞിക്ക് കൂടെ കഴിക്കേണ്ടത് 2 എണ്ണാണ്. 1 ചങ്ങലം പെരണ്ട കൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തി. മനസ്സിലായില്ലേ? നാരുകളഞ്ഞ് അതിനെ ചതച്ച് അതുകൊണ്ടുണ്ടാക്കിയ ചമ്മന്തി എന്ത് വിഭവവും നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. അതിൻ്റെ അംശം കയറണം എല്ലിനും ഞരമ്പിനും. മനസ്സിലായില്ലേ? പെരണ്ട, മനസ്സിലായില്ലേ? ചങ്ങലം പെരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും. വള്ളിപ്പെരണ്ടയും ചങ്ങലപ്പെരണ്ടയും കാണാൻ വ്യത്യാസം ഉണ്ട് കേട്ടോ. ചങ്ങലം പെരണ്ടയിൽ ഇങ്ങനെ കള്ളി പോലെ ഉണ്ടാവും. വള്ളിപ്പെരണ്ട നേരെ വള്ളികളായിരിക്കും, ഇടയിലൊരു ദളം മാത്രമേ ഉണ്ടാവുള്ളൂ. വള്ളിപ്പെരണ്ടയാണ് ഏറ്റവും ഇപ്പം കാലത്ത് അനുയോജ്യമായി കേട്ടോ, അത് ഉപയോഗിക്കാം. പിന്നെ കപ്പ നാരങ്ങ അല്ലെങ്കിൽ നാർത്തങ്ങ, ഉണക്ക നാരങ്ങ എന്നും പറയും. മനസ്സിലായില്ലേ? ഇതാണ് അതിന് തൊട്ട് കറി. മനസ്സിലായില്ലേ? നാളെ കഞ്ഞിയൊക്കെ ജയമായിട്ട് ഉണ്ടാക്കിയിട്ട് അസൽ സാമ്പാറും അല്ലെങ്കിൽ അസൽ മസാല കറിയും കഴിച്ചാൽ പിന്നെ നിങ്ങൾ കഞ്ഞി കുടിക്കാണ്ടിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടത്. ശരീരത്തിനെ ഞരമ്പിലേക്കും ഈ കഴിക്കുന്ന ഔഷധം അസ്ഥിയിലേക്കും ഞരമ്പിലേക്കും എത്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. മനസ്സിലായില്ലേ? മുത്തശ്ശി വൈദ്യം പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിലോ ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ, ഇതൊക്കെ കാണും. ചിലപ്പോൾ നാം പറഞ്ഞ പോലെ ആയിരിക്കില്ല പറയുക, രീതി വ്യത്യാസം പറയുമായിരിക്കും. ഇതൊക്കെ അതിലുണ്ടാവും, ഇതുപോലെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ തൊട്ട് കഴിക്കണം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ കഴിച്ചൂലേ, ശരീരത്തിന് ഒരു തിളക്കം വേണ്ടേ അല്ലേ? അത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും വയസ്സായി എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ ശരീരത്തിനൊരു തിളക്കം വരണം. ആ തിളക്കത്തിന് എന്ത് വേണം? ഈ കഞ്ഞിയുടെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും കൂടി വരും. കഞ്ഞിയിൽ ഒരിത്തിരി തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പീര ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ശരീരത്തിന് തിളക്കം വരും. ഷുഗറിനും പ്രഷറിനൊന്നും ഇത് ബാധിക്കില്ല കേട്ടോ. അത് പായസം പോലെ പാലൊഴിച്ച് കഴിഞ്ഞാൽ ബാധിക്കുകയും
ആവശ്യത്തിന് കേട്ടോ യഥേഷ്ടം തേങ്ങ നമ്മുടെ തെങ്ങിലുണ്ടെന്ന് കരുതിയിട്ട് തേമാക്കി പായസമാക്കിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ അരമുറി തേങ്ങയുടെ പാലേ വേണ്ടു, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ പീരയെ വേണ്ടു. അപ്പം അത് ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് ശരീരത്തിന് വേണ്ടുന്നതാകട്ടെ. അപ്പോൾ ആ കഞ്ഞി വെച്ച് കുടിക്കുക, മനസ്സിലായില്ലേ? അപ്പം ആരോഗ്യം അവിടെ സംരക്ഷിക്കപ്പെട്ടു. ഇതൊന്നും നാം പറഞ്ഞതല്ല, എൻ്റെ മഹത്വമല്ല, നമ്മുടെ മൺമറഞ്ഞവർ കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ ജീവിത വഴിയാണ്. നിങ്ങളെല്ലാവരും ഓരോ നിമിഷം ആ പൂർവീകത്തിനെ നിങ്ങളെല്ലാവരും കടപ്പാട് തോന്നണം. കേരളീയൻ എന്നത് ഒരു തരത്തിലും കുറഞ്ഞവനല്ല, സനാതന ധർമ്മപാതയെ പിന്തുടരുന്നവരാണ്. എല്ലാത്തിനും ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ ഉൾക്കൊണ്ട് എല്ലാം ഈശ്വര മാർഗത്തിലൂടെ ചെയ്യുന്നവനാണ് എന്ന് തല ഉയർത്തി സംസാരിക്കണം. അതിന് നിങ്ങളെ പ്രാപ്തരാകാനുള്ള മാർഗങ്ങളാണ് ഇതെല്ലാം, മനസ്സിലായില്ലേ? ഇപ്പോൾ കർക്കിടക കഞ്ഞി കുടിച്ചു, ഇനി എന്തു വേണം? കുടിച്ചാൽ മാത്രം പോരാളെ, നമുക്ക് കുളിക്കണം. കർക്കിടക കുളി ഒരു വ്യത്യാസമാണ്. അപ്പോൾ ചോദിക്കുക, എന്താ ഇങ്ങനൊന്നും കേട്ടിട്ടില്ലല്ലോ, ദിവസം കുളിക്കണ്ടല്ലോ, എന്താ കർക്കിടക കുളിയുടെ വ്യത്യാസം അല്ലേ? ദിവസം കുളിച്ച് രാവിലെ ജപിക്കുന്നവരൊക്കെ ജപിച്ചോളൂ, ആ കുളിയും ഈ കുളിയും ഉണ്ടാക്കണ്ട. സൂര്യപ്രകാശം വരുന്ന സമയം, അത് സൂര്യൻ മഴയാണ് വന്നില്ലെങ്കിലും ഉദയസൂര്യൻ അല്ലെങ്കിൽ പന്തീരടി പൂജ നടക്കുന്ന സമയം, ഇസ്രായേലിൽ ഏകദേശം 7:30-ക്കും 10:30-ക്കും ഇടയിൽ. അപ്പം നിങ്ങളൊരു 9:30-യും 10:30-യും എടുത്തോളൂ, പ്രശ്നം തീർന്നു കേട്ടോ. 7:30 തൊട്ട് ആവാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും 9:30-യും 10:30-യും നല്ല സമയമാണ്. അതിനിടയിൽ അതുപോലെ വൈകുന്നേരം അസ്തമന സൂര്യൻ, മനസ്സിലായില്ലേ? പോക്ക് സൂര്യൻ്റെ വെയിൽ കൊണ്ടാൽ പൊന്നുപോലെയാവുന്നാണല്ലോ ചൊല്ല്. എല്ലാവരും പൊന്നാവട്ടെ, മനസ്സിലായില്ലേ? അപ്പോൾ ആ കാരണം വിറ്റമിൻ ഡിയുടെ കണ്ടന്റ് ആ പ്രകാശത്തിലുണ്ടാവും. അപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളവർക്ക് അത് അനുകൂലമാവും, അതുകൊണ്ടാണത്. അപ്പോൾ ആ സമയത്ത്, അപ്പോൾ വൈകുന്നേരം ഏത് സമയമാണതെന്ന് നിശ്ചയണ്ട, 3:30 തൊട്ടിട്ട് 4:30 വരെ, മനസ്സിലായില്ലേ? രാവിലെ 10:00-ക്കും 9:30-ക്കും 10:30-ക്കും പൂജയായിട്ട് എടുക്കുമ്പോൾ 7:30, 9:30-ക്കും 10:30-ക്കും വൈകുന്നേരം 3:30-ക്കും 4:30-ക്കും ഇടയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉണ്ടോ ഈ കർക്കിടക കുളി നിങ്ങൾ കുളിക്കണം. എങ്ങനെയാണ് ഈ കർക്കിടക കുളി? ആദ്യം നമ്മൾ തൈലത്തിൽ കുളിക്കണം അല്ലേ? ആദ്യം തൈലത്തിൽ കുളിക്കണം. ഈ തൈലത്തിൽ കുളിക്കണമെങ്കിൽ ശരീരം തൈലത്തോടു കൂടി ഒന്ന് യോജിക്കണ്ടേ? അപ്പം അതിനെന്ത് ചെയ്യണം? കല്ലുപ്പും മഞ്ഞൾപ്പൊടിയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആദ്യം ശരീരം ഒന്ന് തുടയ്ക്കുക. ഉണരണ്ടേ? നിങ്ങൾക്ക് രാവിലെ എണീറ്റത് ഒരു ചായ തന്നാൽ നിങ്ങൾക്ക് കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. നിങ്ങളൊരു ഉണർവ് വന്നതിന് ശേഷം കുടിക്കുമ്പോഴോ അല്ലേ, അപ്പോഴാണത് ഉൾക്കൊള്ളുക, അത് എന്താണെന്ന് അറിയുള്ളൂ. എന്ന പോലെ ആദ്യം ശരീരത്തിനെ ഉണർത്തുക. അതാണ് കല്ലുപ്പും മഞ്ഞളും ഇട്ടിട്ട് തിളപ്പിക്കുന്ന വെള്ളം കൊണ്ട്. കുളിക്കണ്ട കേട്ടോ, തുടയ്ക്കുക കേട്ടോ. തുടച്ച് അതൊക്കെ ഒന്ന് തുണി കൊണ്ട് ഒപ്പിയെടുത്തതിന് ശേഷം തൈലം തേക്കാം കേട്ടോ. തൈലം തേക്കാം. തൈലത്തിൽ പിണ്ടതൈലത്തിന് തണുപ്പുണ്ടാവും ഇപ്പോൾ, അതുകൊണ്ട് പിണ്ടതൈലം തേക്കരുത്. കൊട്ടൻ ചുക്കാതി തേക്കുക, മനസ്സിലായില്ലേ? കൊട്ടൻ ചുക്കാതി ഇതൊക്കെ വൈദ്യന്മാർ പറഞ്ഞു തരും, നാം ചെറുതായി ഒന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ. കൊട്ടൻ ചുക്കാതി അല്ലെങ്കിൽ ഫലകുളച്ചാതി, മനസ്സിലായില്ലേ? ഇത് രണ്ടും, അല്ലെങ്കിൽ ഞരമ്പെണ്ണ, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള എണ്ണകൾ, അല്ലെങ്കിൽ മുറിവെണ്ണയായാലും കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ആ എണ്ണകളിൽ എണ്ണ ഏതെങ്കിലും ചൂടാക്കുക. എങ്ങനെ ചൂടാക്കണം? എണ്ണ നേരിട്ട് ചൂടാക്കിയാൽ അതിൻ്റെ ഫലം പോയി. എണ്ണ പാത്രത്തിൽ നേരിട്ട് ചൂടാക്കിയാൽ അതിൻ്റെ ഫലം നഷ്ടപ്പെടും, പിന്നെ അത് തേച്ചിട്ട് കാര്യമില്ല. ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക, ആ ചൂട് വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഇറക്കി വെച്ച് അങ്ങനെ ചൂടായ എണ്ണയെ തേക്കാവൂ. തിളച്ചാൽ എണ്ണയുടെ ഫലം പോയി കേട്ടോ. അപ്പോൾ ആ ചൂടാക്കിയ എണ്ണ മേത്തൊക്കെ പുരട്ടുക. അങ്ങനെ ആ സമയത്ത് പുരട്ടുമ്പോൾ നിങ്ങളുടെ കോശം മുഴുവനും പുനർജീവിക്കും. വെച്ചലൊക്കെ പോവും, കോശമൊക്കെ പുനർജീവിക്കും. ചുക്കും ചുളിവുമൊക്കെ ഇങ്ങോട്ട് മാറും. ഈ അവിടെ ഫ്ലെക്സിബിലിറ്റി കുറയുന്ന അസുഖം കുറയും, വാതശങ്ക കുറയും. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ അവിടെയൊക്കെ വേദന, ഇപ്പം നിലത്തിരിക്കുന്നവർ തന്നെ അപൂർവമായി, അതിനൊക്കെ